ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ താറാവുകുട്ടികൾക്ക് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ മീൻ പിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഊണി വന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മീൻ കിട്ടുമെന്നറിയില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ താഴത്തുള്ള ഒരു പാടാണ്. അപ്പോൾ ഇവിടെ നിറയെ വെള്ളമുണ്ട്, കണ്ടില്ലേ ഇത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത്. അപ്പം ശ്രീകുട്ടി നല്ല സന്തോഷത്തിലാണ്. ശ്രീതു അവൾ മീൻ പിടിക്കാൻ അവൻ്റെ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ സമ്മതിച്ചിട്ടില്ല അവളെ ഇറക്കാൻ. അവൻ പിടിച്ചു കിട്ടോ മീൻ. ഒരു മീനുണ്ടാവുന്ന പ്രതീക്ഷയിൽ അവൻ വരുന്നുണ്ട്, എന്തോന്നറിയില്ല. അതിലൊന്നുമില്ല ഗൈസ്, അതിലൊന്നുമില്ല. മീനെ പെട്ടിട്ടില്ല, വെറും ചളി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോഴേക്കൊരു വിമാനം പോകുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു റോക്കറ്റ് പോയിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ പിന്നാലെ ഇപ്പോൾ അടുത്ത വിമാനം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാണുന്നുണ്ട്. അതാ ഒരു വിമാനം പോകുന്നു. ആ റോക്കറ്റ് പോയതിൻ്റെ പാട് കാണിച്ചു തരാം കേട്ടോ. അതാ റോക്കറ്റിൻ്റെ. അപ്പോൾ എത്ര ദൂരത്തൊക്കെ എത്തിയും. അങ്ങനെ പോയിട്ട് ഒരു പുഴ ഉണ്ടാവും, ഒരു കുളം ഉണ്ട് അവിടെ. ആ കുളത്തിലെങ്ങാനും പോയി ചാടണം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ നല്ല മനോഹരമായ ഭൂപ്രദേശം. ഇവിടെ കുറേ പാടങ്ങളൊക്കെ ഉണ്ട്, കവുങ്ങുകളുണ്ട്. വലിയ കവുങ്ങുണ്ട്, ചെറിയ കവുങ്ങുണ്ട്. ഇവിടെയാണ് കേട്ടോ ഞാൻ മുമ്പ് കളിച്ച് വളർന്നതൊക്കെ. ഈ പാടത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും ചാടിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കളിച്ച് വളർന്നത്. ഇതവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കുറേ നെൽപ്പാടുണ്ട്. ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ. അത് കുറേ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ നെൽപ്പാടം, എന്ത് ഭംഗിയാണ് കാണാനറിയും. അതിൻ്റെ നടുവിൽ കൂടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നെൽപ്പാടം തന്നെയാണ്, ഇപ്പുറത്തും നെൽപ്പാടം തന്നെയാണ്. അതപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇത് ഈ തെങ്ങിൻ്റെ അവിടെ ആ തെങ്ങോട് കാണില്ലേ, തെങ്ങും കവുങ്ങൊക്കെ നിൽക്കണമെന്നില്ല. അതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു പുഴയാണ് കേട്ടോ. അത് നമുക്ക് വേറൊരു ദിവസം ആ പുഴ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അത് വേറൊരു വ്ളോഗിൽ ഞാൻ കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് അപ്പുറത്ത് കാണേണ്ട, അതായത് ഞാൻ സൂം ചെയ്യുന്നുണ്ട്, അവിടെ ഒരു മലയുടെ പോലെ കാണുന്നില്ലേ, അത് ഈ മണ്ണാർക്കാടൻ മലയാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് കാണും. പക്ഷേ ഇപ്പോൾ ഒരു മഞ്ഞ് പോലെ മൂടി കിടക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാത്തത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് അത് കാണും കേട്ടോ. മലകളിങ്ങനെ നിൽക്കണതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവളത് അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയില്ല, പോയി നോക്കട്ടെ. എനിക്കിപ്പോൾ ഇത് കാണിച്ചു തരുന്നതിൻ്റെ ഇടയിൽ അവിടെ എന്താക്കി തോന്നുന്നു, മീനെ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. പോയി നോക്കാം നമുക്ക്. അപ്പം പിന്നെ ആ കാട്ടിലാണ് കേട്ടോ, കണ്ടില്ലേ അവിടെ വല്ല നീർക്കോലി. ഇതിപ്പോൾ വൈകുന്നേരം ആവാറായി, സമയം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആവാത്തത്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണത് അവൻ വല്ല നീർക്കോലിനെയും കണ്ടുവിടാവേ. നീർക്കോലിനെയും പിടിച്ചോന്നെങ്കിൽ കുപ്പിയിലൊന്നും കാണാനില്ല, കുപ്പിയിലെ മീനിനൊന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഇന്നത്തെ പ്രവൃത്തി നിർത്തുകയാണ് ഞാൻ. അവനോട് ഇങ്ങോട്ട് കയറിപ്പോരാൻ പറയുന്നുണ്ട്. ശ്രീകുട്ടാ ഇങ്ങോട്ട് പോരെ വാ, മതി നിർത്ത്.